ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇനി കുറച്ച് കുട്ടികൾക്കും കൂടി പണി കൊടുക്കാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ മർജാൻ ഇവിടെ വെടി പൊട്ടിച്ചാണ് പോയത്. അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ മൂലം ഫ്രഷേഴ്സ് ഡേ പാർട്ട് 1 ഇവിടെ സ്റ്റോപ്പ് ഇടാണ്. ഇനി പാർട്ട് 2 ഉണ്ട്. ഞങ്ങൾ വേറെ ദിവസം വരുന്നുണ്ട്. അപ്പോൾ ടാറ്റ. അതും പറഞ്ഞ് ഷാദി ഇമ്മളൊന്നും നോക്കുക പോലും ചെയ്യാതെ മണ്ടി. ഓഹോ, ഫ്രഷേഴ്സ് ഡേ 2 ഇറക്കുന്നുണ്ടോ? ഇതെന്താ സിനിമയെ കാണിച്ചു തരാടാ നാറിക്കോപ്പ് ഷാദി. ഇപ്പോൾ ഇജിവിടെ ഫ്രഷേഴ്സ് ഡേ 2 ഇറക്കിയാലോ ഉറപ്പായി ഇമ്മള് കാഞ്ചന 3 ഇറക്കുന്നു. നോക്കിക്കോ. ഞങ്ങൾ നേരെ ക്ലാസ്സിലേക്ക് വിട്ട് ഞാനും ജിലുമയും തള്ളി തള്ളി മറിക്കുമ്പോഴാണ് റിബു ക്ലാസ്സിൽ കയറി വന്നത്. റബ്ബേ, അപ്പോൾ ശരിക്കും ഈ കോപ്പ് ഹാടുണ്ടായിനോ? നമ്മൾ നമ്മൾ വേഗം എണീറ്റ് ഓനോട് പറഞ്ഞു, റിബു ഒന്നും അറിഞ്ഞോണ്ടല്ല, സത്യത്തിലും ആ മർജാൻ എന്തോ പറഞ്ഞെന്ന് വെച്ച് ഇത് ചൂടാവരുത് പ്ലീസ്, ഇത് ക്ലാസ്സാണ്. അതുകൊണ്ട് സർമാർ വരുന്നതിന് മുമ്പ് ഒന്ന് ഇറങ്ങിപ്പോ. ഇനി എന്നോട് എന്ത് ദേഷ്യമുണ്ട് അത് വീട്ടിൽ വന്നിട്ട് തീർത്തോ. നമ്മളവനോട് കുറച്ച് സോഫ്റ്റായി പറഞ്ഞു. ചെക്കനൊന്നും വേണ്ടാതെ കയ്യും കെട്ടി മേശമേ ചാരുന്നു. കോപ്പ് ഇവനോടൊക്കെ നല്ല രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് കുറച്ച് കലിപ്പായി തന്നെ പറയണം. നമ്മളവനോട് കലിപ്പിൽ രണ്ടെണ്ണം പറയാൻ നിന്നതും പ്രിൻസ് ഋഷുവിനെയും കൂട്ടി ക്ലാസ്സിൽ കയറി വന്നതും നമ്മൾ നേരെ സീറ്റ് കയറി കുത്തിരുന്ന്. പടച്ചോനെ, ഇതെനിക്ക് പ്രിൻസിനെ കണ്ടിട്ട് ഒരു പേടിയില്ലേ? ഓൻ പ്രിൻസിയെ നോക്കി നല്ലോണം വിളിക്കുന്നുണ്ട്. കോപ്പ് പ്രിൻസ് എന്തിനേയും മോയന്ത് ഋഷുവിനെയും കൊണ്ട് ഇങ്ങ് വന്നേ? എന്തൊക്കെ ചെയ്ഞ്ഞ് നാറുന്നുണ്ടല്ലോ. അപ്പം മക്കൾസ്, നമ്മുടെ ന്യൂ പ്രൊഫസർമാരാണ് ഇവർ, മുബാറക് മിഹാൻ ആൻഡ് മുബഷിർ മിഹാൻ. മുബാറക് നിങ്ങളുടെ ക്ലാസ് മെൻറ്ററാണ്, പിന്നെ മുബഷിർ നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫസറും എന്ന് പ്രിൻസി പറഞ്ഞപ്പോഴേക്കും നമ്മുടെ അടുത്ത് കുത്തിരിക്കുന്ന പെണ്ണിൻ്റെ ബോധം പോയി. നമ്മളെ കിളികളൊക്കെ നാടി വിട്ട് ഇനി നമ്മളടുത്തേക്ക് വരൂല പോലും. പ്രിൻസി ഓൾ ദി ബെസ്റ്റ് കൊടുത്തു പോയി. പിന്നെ അവരുടെ ഒലക്കമല സംസാരമായി. ഇനി എങ്ങനെയുണ്ട് നമ്മളെ സർപ്രൈസ്? ഇപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, മിഹാൻ കമ്പനിയിലെ MD അല്ലായിരുന്നോ ഞാനും ഋഷുവും? പിന്നെ ഇങ്ങനെ സാറായി എന്ന്. ഞങ്ങൾ രണ്ടും കൂടി ആട്ടോ. ഞങ്ങൾ പൈസക്ക് വേണ്ടിയല്ല ഇവിടെ ജോബ് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രിൻസി ഉപ്പാൻ്റെ ഫ്രണ്ടാണ്. ഓല നിർബന്ധം കൊണ്ട് മാത്രമാണ് ഈ ജോബ് ഏറ്റെടുത്തത്. പിന്നെ വരും 5-6 തലമുറക്കുള്ളത് നമ്മളെ ഉപ്പയും ഞങ്ങളും സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഫ്രഷേഴ്സ് ഡേയിൽ ജലുമാൻ്റെ കളി കണ്ട് നമ്മൾ ഹലാക്കിലില്ലേനി. നമ്മളെ ഋഷു ആണെങ്കിലോ ഇപ്പം ബോധം കിടുന്ന അവസ്ഥയിൽ നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ദിലുവിനെ വിളിച്ച് സത്യം പറയാലോ ഓളോനെ പ്രപ്പോസ് ചെയ്തപ്പോൾ ഓളെ കാരണക്കുട്ടിക്കൊന്ന് കൊടുക്കാനാണ് തോന്നിയത്. പിന്നെ ആ മർജാൻ എന്ന ഒരുത്തൻ്റെ ഒരു പ്രേമവും കോപ്പും. കലിപ്പ് തീരുന്നില്ലല്ലോ പടച്ചോനെ. സ്നേഹം കൊണ്ടല്ല, 1.5 വർഷം ഓൾ നമ്മളെ കൂടെയാണ് ഉണ്ടാകുക. അതുവരെ ഓൾക്കൊരു കുഴപ്പമില്ലാതെ നോക്കല് നമ്മളെ ബാധ്യത ആണ്. പിന്നെ ഡിവോഴ്സ് കിട്ടിയാൽ ഓൾക്ക് ഓളമായി, ഉമ്മക്ക് നമ്മളായി. നമ്മളെ ക്ലാസ് ഒന്ന് ചുറ്റും നോക്കി, അടിപൊളി. നമ്മളെ കൂടെ ഋഷു ഉണ്ട് കേട്ടോ. എല്ലാവരെയും പരിചയപ്പെടുത്താൻ പറഞ്ഞ് അങ്ങനെ നമ്മളെ ദിലുവിൻ്റെ അടുത്തെത്തി. ലെവള് വലിയ ആളായി കാലുമേ കാലും കയറ്റി കുത്തിരിക്കുക. നമ്മൾ ഓളോട് പേര് പറയാൻ പറഞ്ഞു. ഓൾ അതൊന്നും മൈൻഡ് വെക്കാതെ മൂളിപ്പാട്ടും പാടി ഇരിക്കുക. നമുക്ക് പിന്നെ പെട്ടെന്ന് കലിപ്പ് വരുന്നോണ്ട് ഒന്നും നോക്കിയില്ല. ഡെസ്ക് മേലെ കൈ രണ്ടും അമർത്തി അടിച്ച് എന്താണ് എൻ്റെ പേര്. നമ്മളല്ലാതെ പെണ്ണ് എണീറ്റ് നിന്ന് പേര്, വീട്ടുപേര്, ഏജ്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, ബാങ്ക് അക്കൗണ്ട്, ബ്രാഞ്ച്, ഫോൺ നമ്പർ, ആധാർ കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങി. ഓളെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ വരെ പറയാൻ തുടങ്ങി. പ്രഭേ, പെണ്ണിന്റെ ബോധവും പോയോ? നമ്മളോളോട് കൈ കൂപ്പി. അപ്പോൾ ഓള് വിളിച്ചിട്ട് വിത്ത് കോളർ വെക്കലും. ഈ ചിലുമാന്റെ അവസരമായി. പെണ്ണ് ഓരോന്ന് പറഞ്ഞ് കുറച്ചു ടിവിയിലെ ഹാപ്പി കിഡ്, ബാലവീർ, ഡോറാപ്പുജി, ജാക്കി ജാൻ വരെ എത്തി. ഓളോട് നമ്മളെ ഋഷി കൈ കൂപ്പി. എൻ്റെ റബ്ബേ, രണ്ടും കണക്കാ ഒപ്പത്തിനൊപ്പം. ഇവളോടൊക്കെ ചോദിക്കാതെ നിൽക്കുന്നതാ ബെസ്റ്റ്. പിന്നെ ഇന്ന് ഫ്രഷേഴ്സ് ഡേ ആയതുകൊണ്ട് നേരത്തെ ക്ലാസ് കിട്ടും. നമ്മൾ ബുള്ളറ്റ് കയറി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമ്മളെ ബാക്കിൽ ആരോ കുത്തിരുന്നതായി നമുക്ക് തോന്നിയത്. മിററിലൂടെ നോക്കിയപ്പോൾ ഉണ്ട് ദിലു. ഇവളോ? ഡി എണീറ്റ് ഓടിയില്ലേ? ഇജെന്താ എൻ്റെ ബാക്കിൽ? മര്യാദക്ക് ഇറങ്ങി ഷാദിനൊപ്പം പോയിക്കോ. നമ്മൾ പല്ലിറുമി ഓളോട് പറഞ്ഞു. ഞാൻ നിൻ്റെ കെട്ടിയോളാണ്, അല്ലാതെ ഷാദിൻ്റെ അല്ല. അതുകൊണ്ട് മോൻ അധികം ഡയലോഗ് അടിക്കാതെ വണ്ടി എടുക്കുക. നമുക്കൊന്ന് ചുറ്റി കറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന്. ചുറ്റിക്കറങ്ങേ? കറക്കി തരാട്ടോ. ഇനി ജീവിതത്തിൽ നമ്മളോട് പറയൂല കറങ്ങാൻ പോവാൻ. നോക്കിക്കോ. നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയതും ഓൾ നമ്മളെ പുറത്ത് തട്ടി ഗുഡ് ബോയ് എന്ന് പറഞ്ഞു. നമ്മൾ വണ്ടി ഒരൊറ്റ കറക്കലായി. ലെവൾ അലറിക്കൊണ്ട് നമ്മളെ കെട്ടിപ്പിടിച്ച് നമ്മളതൊന്നും മൈൻഡാക്കാതെ ഗ്രൗണ്ടിൽ ഒരു മരത്തിന് ചുറ്റും കറങ്ങാൻ തുടങ്ങി. 10-20 പ്രാവശ്യം നമ്മൾ ആ മരത്തെ ചുറ്റും പൊടിയൊക്കെ പറക്കാൻ തുടങ്ങി. ഓളാണെങ്കിലോ ഹലാക്കിലെ കുര. ലാസ്റ്റ് നമ്മൾ വണ്ടി നിർത്തിയതും പെണ്ണ് ചാടി ഇറങ്ങി മാറി നിന്ന് കുരയ്ക്കാൻ തുടങ്ങി. ഓളെ കുരൊക്കെ നിന്നത് പെണ്ണ് നമ്മളെ അടുത്തേക്കൊരു വരവായിനി. ഡാ കാലമാടാ, ഇജ്ജ് നമ്മളെ കൊല്ലാൻ പോകണം. നമുക്ക് എനിക്ക് തീരെ അന്തല്ലേ നാറി. അപ്പം ഇജ്ജല്ലേ പറഞ്ഞേ മോൻ്റെ നമുക്ക് ചുറ്റിക്കറങ്ങാന്ന്? അപ്പം നമ്മളെ കെട്ടിയോനെ ഈ മരത്തിന് ചുറ്റും കറക്കിയതല്ലേ, അതിനിച്ചിങ്ങനെ ചൂടാവല്ലേ മോളെ? ഓള് നമ്മളെ നോക്കി പല്ലിറുമി സ്വയം തലക്കടിച്ച്. എന്നിട്ട് എൻ്റെ റബ്ബേ, അറിയാതെ പറഞ്ഞതാണ്, ഇനി ഈ ജന്മത്തിൽ പറയില്ല. ഈ ജെന്തെങ്കിലും ചെയ്യും, നമ്മൾ കാറി പോയിക്കോളാം. ഓള് കൈ കൂപ്പി കാറിൻ്റെ അടുത്തേക്ക് നടന്നതും മീനു വിളിച്ചു പറഞ്ഞു, അനക്കും പിന്നെ ഈ സാധനത്തിനും ഈ കാറിൽ നിന്ന് നോ എൻട്രി ആണ്, അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. അതും പറഞ്ഞുകൊണ്ട് മീനു ചിലിമന ഒറ്റ ചവിട്ടായിന് ദേ കിടക്കുന്ന പെണ്ണ് നിലത്ത്. ഓള് ചുറ്റും നോക്കി വന്ന്. എന്നിട്ട് ഇളിച്ചിട്ട് നേരെ ഋഷുവിൻ്റെ ബുള്ളറ്റ് കയറി പെണ്ണ് പോയി. ഓള് പിന്നെ നമ്മളെ നോക്കി. നമ്മളെ വിത്ത് പുച്ഛം വിതറൽ. ഓള് നിഷ്കുഭാവത്തോടെ നിന്ന് വേഗം ബുള്ളറ്റ് കയറി. നമ്മളൊന്ന് ചിരിച്ചുകൊണ്ട് വണ്ടി എടുത്ത്. നമ്മളാണെങ്കിൽ ഭയങ്കര സ്പീഡിലാണ് പോണത്.
നമുക്ക് സ്പീഡ് എന്ന് വെച്ചാൽ ജീവനാ. അതേപോലെ ദിലുക്കും. ഓള് ബാക്കിൽ നിന്ന് കൂക്കി വിളിച്ചൊക്കെ പോകുമ്പോഴാണ് ഒരു ലോറി ഞങ്ങളുടെ ഓപ്പോസിറ്റായി വന്നത്. ഞാൻ ഓവർടേക്ക് ചെയ്യാൻ നിന്നതും ഒരു കല്ല് തട്ടി ബുള്ളറ്റ് ഒറ്റ മറിയലതിന്. നമ്മൾ എവിടേക്കോ തെറിച്ചു വീണു. ഒരു തായ്വാരത്തേക്ക് ഉരുണ്ടു പോകും പോലെ മേലാകെ വേദനിക്കുന്നുണ്ട്. റിബു! നമ്മളെ ചെവിയിൽ ദിലുവിൻ്റെ സ്വരം പതിഞ്ഞതും നമ്മൾ മെല്ലെ കണ്ണു തുറന്നു. നമ്മൾ എണീറ്റ് ഓളെ നോക്കി. അതാ അവിടെ ചോരയിൽ മുങ്ങിക്കിടക്കുന്ന ദിലു. എൻ്റെ ദിലു. ഓളെ അവസ്ഥ കണ്ടതും നെഞ്ചിലെന്തോ തുളഞ്ഞു കയറും പോലെ. വയ്യ. എനിക്കറിയാം ഈ അപകടം ലോറിയിലുള്ളവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന്. അവർ പണി തുടങ്ങിയല്ലേ. എന്നാൽ നമ്മൾ പ്രതികാരതൊലിക ചലിപ്പിക്കാനും തുടങ്ങി.